ജീരകക്കഞ്ഞിയില്ലാതെ എന്ത് നോമ്പ് തുറയും എന്ത് റമളാനും അല്ലേ. അപ്പം നല്ലൊരു അടിപൊളി ജീരകക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ ആദ്യം ഇടേണ്ട വീഡിയോ അല്ലേ എന്ന് കുറേ പേര് ചോദിക്കും. എന്നാലും ഇത് കുറച്ച് വൈകിയെങ്കിലും നല്ലൊരു അടിപൊളി ജീരകക്കഞ്ഞിയാണ് കേട്ടോ. ഇവിടെ ആശാളിയും ഉലുവയും ചെറിയ ജീരകവും ഉള്ളിയൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചനെല്ലിൻ്റെ പൊടിയരിയാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. ചില ആളുകൾ ജീരകശാല അരിയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വാരിയിട്ട് അതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആശാളിയും 3/4 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്കിത് വേവാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും വെള്ളവും. ജാഷിക്കുട്ട, എന്തിനാണ് ജീരകക്കഞ്ഞിയിൽ മഞ്ഞൾപ്പൊടി ഇടുന്നതെന്ന് ആൻറ്റിയും ജെൽസിയൊക്കെ ചോദിക്കും കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ രുചിയുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ. ഇനി വെന്ത് വന്ന കഞ്ഞിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അരച്ച അരപ്പൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഈ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത്, ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാൻ പാത്രം നിറഞ്ഞു പോയപ്പോൾ ഒന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ജീരകക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് തൊട്ട് കൂട്ടാനായിട്ട് നല്ല പുളിയും ഇഞ്ചിയും ഉള്ളിയൊക്കെ വെച്ച് അരച്ച ചമ്മന്തിയും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുതേ.